ഹലോ കൂട്ടുകാരെ, ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അത് തിലാപ്പിയ ഫ്രൈ ആൻഡ് റോസ്റ്റ് വെജിറ്റബിൾ ആയിരിക്കും. ഇതാണ് അതിനുള്ള വെജിറ്റബിൾസ്. തിലാപ്പിയ, ഫ്രഷ് തിലാപ്പിയ ആണ്. ഈ ഫ്രൈ ചെയ്യാനുള്ള തിലാപ്പിയ ഇനി ക്ലീനാക്കി മാരിനേറ്റ് ചെയ്യും. അതുപോലെ വെജിറ്റബിൾസും ക്ലീനാക്കി മാരിനേറ്റ് ചെയ്യണം. ഇതാണ് ഫിഷ്. ഇത് 2 എണ്ണമേ എടുക്കുന്നുള്ളൂ. ഇതിനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ സ്കെയിൽസ് ഒക്കെ മാറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. സ്കെയിൽസ് ഒന്നുമില്ല. ഇനി ഇത് ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടിയ ചില വാലും ഈ ചിറകൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഈ ടെയിൽ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. സിസേഴ്സ് ആയിരിക്കും ഒന്നുകൂടെ നല്ലത് നൈഫിനെക്കാട്ടിൽ. സോൾട്ട് ആൻഡ് വിനെഗർ ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ ഉരച്ച് കഴുകുക. ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നല്ലതുപോലെ 2 സൈഡും കട്ട് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ടുണ്ടാക്കുന്നു. അതിനുള്ള വറ്റൽമുളകാണിത്. ഇത് 6 പീസ് ഉണ്ട്, ചെറുതാണ്. ജാറിലേക്ക് ഇടുന്നു. ജിഞ്ചർ ആൻഡ് ഗാർലിക് ഓരോ ടേബിൾ സ്പൂൺ വീതമുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഒണിയൻ ചോപ്പ് ചെയ്ത് ഇടുന്നു. നല്ല ഒരു തണ്ട് കറി ലീഫ് ഇടുന്നു. മഞ്ഞൾപ്പൊടി ആൻഡ് ബ്ലാക്ക് പെപ്പർ പൗഡർ ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ സോൾട്ട് ചേർക്കുന്നു. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നു. ഇത് ലെമൺ ജ്യൂസ് ആണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ച കൂട്ടിലേക്ക് 1 ടീസ്പൂൺ പപ്രിക്ക ഇട്ടു. അതിലേക്ക് 1 ടീസ്പൂൺ റൈസ് ഫ്ലവർ കൂടെ ഇടുന്നു. ഒരു ക്രഞ്ചിന് വേണ്ടിയാണ്. പപ്രിക്ക ചേർത്തത് ഒരു കളറിന് വേണ്ടിയാണ്. ഉപ്പ് പോരായെങ്കിൽ കുറച്ചുകൂടി ഇടുക. അരച്ച കൂട്ട് നല്ലതുപോലെ ഇൻസൈഡിലും ഇങ്ങനെ പുറത്തുമൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ലപോലെ അരപ്പിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് വയ്ക്കുക. റോസ്റ്റ് ചെയ്യാനുള്ള വെജിറ്റബിൾ ഈ വിധത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പെപ്പർ ഫ്ലേക്സ് ആൻഡ് ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. സോൾട്ട് പാകത്തിന് ചേർക്കുക. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് 1 ടീസ്പൂൺ ഓയിലും ചേർക്കുന്നു. വെജിറ്റബിൾ മിക്സ് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ സെറ്റിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ലൂസായിട്ട് വിടും. 400 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കുന്നു. പാനിൽ ചൂടായ ഓയിലിലേക്ക് ഫിഷ് ഇടുന്നു. കുറച്ച് സമയം കവർ ചെയ്ത് വറക്കുക. ഒരു വശം മൂക്കുമ്പോൾ ഇത് ഫ്ലിപ്പ് ചെയ്യണം. റെഡി ഇൻ 25 മിനിറ്റ്സ്. ഫിഷ് ഫ്രൈ ആൻഡ് റോസ്റ്റ് വെജിറ്റബിൾ ഡിന്നർ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.